ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രത്യേക പഠന പരമ്പരയായ റോമാലേഖനത്തിൽ നിന്നുള്ള 13ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. റോമാലേഖനത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വിധത്തിൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ സംക്ഷിപ്തമായ നിർവചനം, എന്താണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനിത്വം എന്നുള്ളതിനെ പ്രതിപാദിക്കുന്ന 2 വേദഭാഗങ്ങളാണ് റോമാലേഖനം 1-ാം അധ്യായം 16-17. പുതിയ നിയമത്തിൻ്റെ തന്നെ അടിസ്ഥാന വിഷയം. ഈ വിഷയത്തെക്കുറിച്ചുള്ള പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. നാം കൊണ്ട് ഒഴിച്ചുകൂടാനാവാത്ത പരിഹാരമാർഗം അത് സുവിശേഷമാണ്. കാരണം സുവിശേഷമാണ് ദൈവശക്തി. ദൈവശക്തിയാകുന്ന സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് വിശ്വാസം. കേൾവിയല്ല, നമ്മളതിനെ മനഃപ്പാഠമായി ഏറ്റുപറയുകയല്ല, അതിൽ നോട്ടുകൾ എഴുതി വയ്ക്കുകയല്ല, നാം അത് വിശ്വസിക്കണം. ആ വിശ്വാസം അനുസരണത്തിലേക്ക് നയിക്കണം. അങ്ങനെ സംഭവിച്ചാൽ ഒഴിവാക്കാനാകാത്ത അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അനുഗ്രഹം നമുക്കുണ്ടാകും. അത് മറ്റൊന്നുമല്ല, നീതീകരണം. ആ വാക്കിലാണ് നമ്മുടെ പഠനം ഇപ്പോൾ ആയിരിക്കുന്നത്, നീതീകരണം. റോമർക്കെതിരെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി, അതിൽ, അതായത് സുവിശേഷത്തിൽ, ദൈവത്തിൻ്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ നീതീകരണം, നീതി എന്നുള്ള വാക്കുകൾ ഈ ലേഖനത്തിൽ ആദ്യമായി അവതരിക്കപ്പെടുന്ന വേദഭാഗം. ഈ വാക്കിൻ്റെ അർത്ഥം, ഈ പദത്തിൻ്റെ വിശദമായ അർത്ഥം നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. അതിനുപയോഗിക്കുന്ന യവന പദങ്ങളെക്കുറിച്ചുള്ള കഴിഞ്ഞ ദിവസം കണ്ടു. നേരെയാക്കുക, മറഞ്ഞുപോയതിനെ നേരെയാക്കുക, കീഴ്മേൽ മറിഞ്ഞതിനെ നേരെ നിർത്തുക എന്നെല്ലാമാണ് സാധാരണ നിലയിൽ വാക്കിൻ്റെ അർത്ഥം. ഈ നീതി എന്ന വാക്ക് പലതരത്തിൽ നീതീകരണം, നീതിമാനായി പ്രഖ്യാപിക്കൽ, നീതി എന്നെല്ലാം അല്ലെങ്കിൽ അനീതി എന്നെല്ലാം അർത്ഥത്തിൽ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയാനും ഈ വാക്ക് ഉപയോഗിച്ചതായി 3-ാം അധ്യായത്തിൻ്റെ 25-26 ദൈവം നീതിമാൻ എന്ന് വെളിപ്പെടുത്തുന്നു. കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നവരെ ദൈവം നീതീകരിച്ചുകൊണ്ട് താൻ നീതിമാനാണെന്ന് കാണിച്ചു തരുന്നു. അവിടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നു. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വാക്ക് ഉപയോഗിക്കുന്ന അർത്ഥം എന്താണ്? അതായത് നീതിയുള്ളവൻ, നേരായവൻ, ശരിയായിട്ടുള്ള ഏക വ്യക്തി. ഈ മഹാ അഖിലാണ്ടത്തിൽ ഏക ശരി ദൈവം മാത്രമാണ്. ആ അർത്ഥത്തിലാണ് ദൈവത്തെ നീതിമാൻ എന്ന് പറയുന്നത്. പരിപൂർണമായ നീതി ദൈവത്തിൽ മാത്രമുള്ളത്. പൂർണ്ണവും മുഴുവനുമായുള്ള നീതി ദൈവം ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ സ്വഭാവത്തിലും കാണാം. ദൈവം മാത്രമാണ് ശരി, ദൈവം മാത്രമാണ് നീതി, ന്യായം. ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവം ഒരിക്കലും പാപത്തിന് നേരെ കണ്ണടക്കില്ല, പാപത്തെ നിസ്സാരവൽക്കരിക്കില്ല. ദൈവത്തിൻ്റെ നീതി, ആ നീതിയുള്ള സ്വഭാവം ആവശ്യപ്പെടുന്നു, പാപം ശിക്ഷിക്കപ്പെടണം. മുന്നോട്ടുള്ള പഠനത്തിൽ നമ്മളത് കാണും. ഇപ്പോൾ നീതീകരണം അല്ലെങ്കിൽ നീതി എന്ന വാക്ക് മാനുഷികമായ ബന്ധത്തിലും ഈ വാക്ക് ഉപയോഗിക്കുന്നു 2 അർത്ഥത്തിൽ. ഒന്ന്, നേരായുള്ള ജീവിതം. 1 യോഹന്നാൻ 2-ാം അധ്യായം 29-ാം വാക്യത്തിൽ യോഹന്നാൻ്റെ ലേഖനത്തിൽ 3 തവണ ഈ വാക്കിൻ്റെ ഉപയോഗം നമുക്ക് കേൾക്കാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 29-ാം വാക്യം, അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും, അതായത് ശരിയായി ജീവിക്കുക, നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്ന. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഇത് നീതിയാണോ, ഇതാണോ ചെയ്യേണ്ട നേരായ മാർഗം എന്ന് ചിന്തിക്കണം. 3-ാം അധ്യായം യോഹന്നാൻ 1-ാം ലേഖനം അതിൻ്റെ 7-10 വാക്യങ്ങളിൽ, കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുത്, അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ, അവിടെ അതേ വാക്ക്, നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. 10-ാം വാക്യം, ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തിൽ നിന്നുള്ളവനല്ല. ഇപ്പം ദൈവമക്കളെ സംബന്ധിച്ച് ശരി ചെയ്യാൻ വേണ്ടിയുള്ള കൃപ ദൈവാത്മാവിൽ വചനത്തിലൂടെ ലഭിച്ചവരാണ്. ചെയ്യുന്ന എല്ലാത്തിലും ദൈവത്തിൽ നേരായി, ന്യായമായി, ഉചിതമായി, ചൊവ്വായി ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ആ വ്യക്തിയാണ് ഈ വാക്കുകൊണ്ട് നീതിമാൻ എന്ന് പരാമർശിക്കുന്നത്. അതേസമയത്ത് വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഈ വാക്കിൻ്റെ മറ്റൊരു ഉപയോഗം നമുക്കവിടെ കാണാം. അവിടെ പറയുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. കാരണം കുഞ്ഞാട്ടിൻ്റെ കാന്തയെക്കുറിച്ചാണ്, മണവാട്ടിയെക്കുറിച്ചാണ്. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ, ഒരു വിധത്തിൽ പറഞ്ഞാൽ നീതിയോടെ നേരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവരെയാണ് നീതിമാൻ എന്ന് വിളിക്കുന്നത്. ഈ വാക്യം വ്യക്തമായി കാണിച്ചിരുന്നു, ദൈവത്തിൽ അവർ നേരോടെ നിൽക്കുവാൻ അവർ കൃപ ലഭിച്ചിരിക്കുകയാണ്.
ശ്രദ്ധിക്കുക, ദൈവവചനം ബൈബിൾ ഒരിക്കലും ഒരു അവിശ്വാസിയെ നീതിമാൻ എന്ന് വിശേഷിപ്പിക്കില്ല. ആ മനുഷ്യൻ്റെ ധാർമ്മിക നിലവാരം എത്ര ഉയർന്നതായാലും, എത്ര ഉയർന്ന ധാർമ്മിക നിലവാരമുള്ള സൽപ്രവർത്തികളും പുണ്യപ്രവർത്തികളും ചെയ്ത് സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഉദാര മനസ്ഥിതിയുള്ള ഒരു മനുഷ്യൻ അവിശ്വാസിയായിരിക്കുന്നിടത്തോളം ദൈവവചനം ആ മനുഷ്യനെ നീതിമാൻ എന്ന് ഒരിക്കലും വിശേഷിപ്പിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം നമുക്കറിയാം, ഒരു മനുഷ്യനും പൂർണ്ണതയുള്ളവനായി ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. പൂർണ്ണതയുള്ളവനല്ല. അതുകൊണ്ട് ഈ നീതി എന്ന് പറയുന്നത്, ദൈവം പറയുന്ന നീതീകരണം എന്നത് ആപേക്ഷികമാണ്, താരതമ്യാധിഷ്ഠിതമാണ്. നാം എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും, ദൈവമക്കളെന്ന നിലയിൽ എന്തെല്ലാം ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്താലും നാം പാപത്തിലകപ്പെടാൻ സാധ്യത കിടപ്പുണ്ട്. ദൈവത്തെ നഷ്ടപ്പെടുത്തിയവരാണ്. വീണ്ടും പാപത്തിൻ്റെ കെണിയിൽ അകപ്പെടാനുള്ള സാധ്യത ഈ മനുഷ്യശരീരത്തിലായിരിക്കുന്നിടത്തോളമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായ റോമാലേഖനം 3:10 പറഞ്ഞത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന പ്രസ്താവന അതുകൊണ്ടാണ് നൽകപ്പെട്ടത്. അപ്പോൾ ഒരു വൈരുദ്ധ്യം ഇവിടെയുണ്ട്. ദൈവത്തിൻ്റെ ധാർമ്മികത്വം അഥവാ നീതിബോധം, ആ നീതിബോധവും മനുഷ്യൻ്റെ അനീതിയും, നീതിയില്ലാത്ത മനുഷ്യൻ്റെ അവസ്ഥയും തമ്മിലൊരു സംഘർഷം നമുക്ക് റോമാലേഖനത്തിൽ കാണാം. ഒരു വശം ദൈവത്തിൻ്റെ നീതിബോധം, ധാർമ്മിക തത്വം, നേരായ ഏക വ്യക്തി, മറുവശത്ത് മനുഷ്യൻ്റെ അനീതി. ഇത് തമ്മിലുള്ളൊരു സംഘർഷം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ചോദ്യം ഇതാണ്, നീതിമാനായ ദൈവം, അതായത് നേരായ ചൊവ്വായ ശരിയായ ദൈവം ഒരേ സമയത്ത് എങ്ങനെ മനുഷ്യനെ, അനീതി കൊണ്ട് നിറഞ്ഞ മനുഷ്യനെ, നീതിയില്ലാത്ത മനുഷ്യനെ നീതീകരിക്കുകയും താൻ എങ്ങനെ നീതിമാനായി നിൽക്കുകയും ചെയ്യും? മനുഷ്യർ ദൈവം എങ്ങനെ നീതീകരിക്കും? ദൈവം നീതിമാനാണ്. അനീതിയും ദുഷ്ടതയും അല്ലതുകളുമുള്ള മനുഷ്യ ദൈവം എങ്ങനെ നീതീകരിക്കും? അങ്ങനെ നീതീകരിച്ച ദൈവം നീതിമാനാകുമോ? കാരണം ദൈവം മനുഷ്യനെ നീതീകരിക്കുമ്പോൾ ദൈവം പറയുന്നത് അവരൊരു കുറ്റവുമില്ലാത്തവരെ പോലെ ദൈവരെ കണക്കാക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നീതി അത് ബാധിക്കില്ലേ? അതാണ് ആ സംഘർഷം. ഇതിനുള്ള ഉത്തരം ഈ വാക്കിൻ്റെ മറുവശത്ത് നമുക്ക് ചിന്തിച്ചാൽ കാണാം. ഈ അവസ്ഥയുടെ ഉത്തരം. അപ്പോൾ ഈ വാക്ക് നീതീകരിക്കപ്പെടുക എന്ന വാക്ക് ഉദ്ദേശിക്കുമ്പോൾ ദൈവം പറയുന്നത്, ദൈവമുമ്പിൽ നേരായി നിൽക്കാൻ ദൈവം അവനെ പ്രാപ്തനാക്കുക. റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ദ ലോർഡ്. ദൈവമുമ്പിൽ നേരായി നിൽക്കുവാൻ ദൈവം മനുഷ്യനെ പ്രാപ്തനാക്കുക. അതാണ് നീതീകരണം ഉദ്ദേശിക്കുന്നത്. ഈ അർത്ഥത്തിലാണ് റോമാലേഖനം 1:17 ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈ അത്ഭുതകരമായ സത്യത്തെക്കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഭൂമിയിൽ ഒരു മനുഷ്യനും നേരുള്ളവരല്ല, ചൊവ്വായി ജീവിക്കുന്നവരല്ല, നോട്ട് റൈറ്റ്. ആരും നേരല്ല, ആരും ശരിയല്ല. എങ്കിലും ദൈവം അവരെ നേരുള്ളവരായി പ്രഖ്യാപിക്കുന്നു. ശ്രദ്ധിക്കാതെ, ആരും നേരുള്ളവരല്ല, ആരും നീതിയുള്ളവരല്ല, എങ്കിലും മനുഷ്യനെ ദൈവം നേരുള്ളവരായി പ്രഖ്യാപിക്കുന്നു. എപ്പോൾ? ദൈവം അയച്ചതിൻ്റെ പുത്രനായ ക്രിസ്തുവിൽ മനുഷ്യൻ വിശ്വസിക്കുമ്പോൾ. കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നവരെ ദൈവം നീതിമാൻ, നേരുള്ളവർ എന്ന് പ്രഖ്യാപിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 4:3 അബ്രഹാമിനുള്ള ബന്ധത്തിൽ ഈ വാക്യം ഇങ്ങനെ പറയും. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാം വാസ്തവത്തിൽ നീതിമാനല്ല, കാരണം നീതിമാൻ ആരുമില്ല. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം അബ്രഹാമിനെ നീതിമാനായിട്ട് കണക്കാക്കി. ദൈവം കണക്കാക്കുകയാണ് നീതിമാനായി. അത് ഇംഗ്ലീഷിലെ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളിൽ അബ്രഹാമിനെ ദൈവം നീതിമാനായിട്ട് കരുതി, അല്ലെങ്കിൽ നീതിമാനായിട്ട് ഗണിച്ചു, അല്ലെങ്കിൽ നീതിമാനായിട്ട് കണക്കിട്ടു, ചുമത്തി എന്നെല്ലാം അർത്ഥം വരുന്ന വാക്ക് തന്നെയാണ് നീതിമാനായി കണക്കിട്ടു. ശരിക്കും അബ്രഹാം നീതിമാനല്ല. പക്ഷേ അബ്രഹാം ചെയ്ത കാര്യം എന്താണ്? ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസം ഹേതുവായി ദൈവം അബ്രഹാമിനെ നീതിമാനായി കണക്കാക്കി. ഇതിന് ദൈവം കണക്കിട്ട നീതിയാണ്. നമ്മളിൽ ചുമത്തിയ, നമ്മെ കരുതിയ, നമ്മളെ ഗണിച്ച് നീതിമാനായി. ദൈവനീതി അങ്ങനെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി നമ്മൾ മുന്നിലുള്ള പാഠങ്ങളിൽ കാണും. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ വാക്ക് എന്തർത്ഥമാക്കുന്നു? നീതീകരണം അല്ലെങ്കിൽ നീതിമാൻ, നീതി. ഒന്ന്, ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവം മാത്രമാണ് നേരായ ചൊവ്വായ ഏക വ്യക്തി.
അല്ലാതെ മനുഷ്യരാരും നീതിമാനല്ല. ദൈവം മാത്രമാണ് കേവലമായ പരമമായ നീതി. മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഈ വാക്ക് ഉദ്ദേശിക്കുന്നത് ശരിയായി ജീവിതം, നേരായി ജീവിക്കുക. ഇത് ആപേക്ഷികമാണ് ഈ നീതി. ഏത് സമയത്തും വഴുതിപ്പോകാം. ദൈവമുമ്പിൽ നിൽക്കാനുള്ള പ്രാപ്തി ലഭിക്കുക. അതേ സമയത്ത് നാം കണ്ടു ഇപ്പോൾ പറഞ്ഞതുപോലെ ഇത് കണക്കിടുകയാണ് നമ്മുടെ മേൽ, നമ്മളെ ഗണിക്കുകയാണ്. ആ വിധത്തിൽ എണ്ണുകയാണ് ദൈവം നീതിമാനായി ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം ഈ നീതീകരണം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇത് ദൈവം മനുഷ്യന് വേണ്ടി ചെയ്തു തന്ന സജ്ജീകരണമാണ്. നാം വാസ്തവത്തിൽ നീതിമാന്മാരല്ല, അതൊരിക്കലും മറക്കരുത്. അല്ലെങ്കിൽ നമ്മൾ അഹങ്കരിക്കും, നിഗളിക്കും. നാം ഒരിക്കലും നീതിമാന്മാരല്ല. ഇത് ദൈവത്തിൻ്റെ നീതിയാണ്. നമുക്ക് നീതിയില്ല. നമ്മുടെ നീതി കറ പുരണ്ട അഴുക്ക തുണിയാണ്. ഇത് ദൈവത്തിൻ്റെ നീതിയാണ്. ഇത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്, ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അത് എവിടെയാണ് വെളിപ്പെട്ടത്? സുവിശേഷത്തിൽ. കർത്താവ് യേശുവിൻ്റെ മരണമടക്കം ഉയർപ്പെന്ന അനുഗ്രഹീതമായ രക്ഷാമാർഗം, അതിലാണ് ഈ നീതി വെളിപ്പെട്ടത്. അപ്പോൾ ഈ നീതിയെക്കുറിച്ച് അറിയാനുള്ള ഏക മാർഗം ആ സുവിശേഷം കേൾക്കുക, വിശ്വസിക്കുക എന്നതാണ്. തുടർന്നുള്ള പാഠങ്ങളിൽ നമ്മൾ കൂടുതൽ വിശദമായി ഇതിനെക്കുറിച്ച് സംസാരിക്കും. എങ്ങനെയാണ് കർത്താവ് യേശുവിൻ്റെ ക്രൂസിലെ പരമയാഗം ദൈവം പാപികളായി നമ്മെ നീതിമാന്മാരായി കണക്കിടുവാനായിട്ട് ഇടയായത്. നാം കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും നമ്മുടെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ ദൈവം നമ്മെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ വേഷമോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും കണ്ടിട്ടല്ല, ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ കണക്കാക്കിക്കൊണ്ട് ദൈവം നമ്മെ നീതിമാന്മാരായി പരിഗണിച്ചു. അപ്പോൾ ഇപ്പോൾ നാം ചെയ്യേണ്ടത് ദൈവം എന്നെയും നിങ്ങളെയും നീതിമാന്മാരായി പരിഗണിച്ചു, കണക്കിട്ടു എന്ന വലിയ സത്യത്തിൽ സന്തോഷിക്കുക. ആ വലിയ വാസ്തവത്തിൽ സന്തോഷിക്കുക. നമുക്ക് ആരോഗ്യമുള്ള മനസ്സാക്ഷി ഉണ്ടെങ്കിൽ, നമ്മുടെ കുറവുകളും ബലഹീനതകളും തിന്മകളും നമുക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ, നാം വ്യക്തമായി ഇത് തിരിച്ചറിയും. നാം എത്ര ശ്രമിച്ചാലും നീതിമാനാകില്ല. ഇത് നമുക്ക് സൗജന്യമായി നമ്മളിന്മേൽ കണക്കിടുകയാണ്. നമ്മളെ നീതിമാന്മാരായി ദൈവം പരിഗണിക്കുകയാണ്. ഒരു നിബന്ധന, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എത്ര അനുഗ്രഹമാണ്, എത്ര അത്ഭുതകരമാണ്. ഇത്ര അനീതി നിറഞ്ഞ മനുഷ്യരായിരുന്നിട്ടും ദൈവം നമ്മളെ നീതിമാന്മാരെ കണക്കിടുന്നു. കർത്താവായ യേശു ക്രിസ്തു നിമിത്തം. കർത്താവ് യേശു ക്രിസ്തു നിമിത്തം. ഇതാണ് നമ്മൾ റോമലേഖനത്തിൽ പഠിക്കാൻ പോകുന്നത് വിശദമായി. നാം ദൈവത്തെ എത്ര സ്തുതിച്ചാലും ഈ അത്ഭുതകരമായ സത്യത്തിന് വേണ്ട വിധത്തിൽ സ്തുതിച്ച് തീരില്ല. അപ്പോൾ റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ ഏറ്റവും ഉദാത്തമായ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഏറ്റവും സംക്ഷിപ്തമായിട്ടുള്ള നിർവചനമാണ്, പ്രസ്താവനയാണ്. അപ്പോൾ നമ്മളിന്ന് ഇത് സംക്ഷിപ്തമായി രത്നച്ചുരുക്കമായിട്ട് എന്താണ് നമ്മൾ ഈ 2 വാക്യങ്ങളിൽ ചിന്തിച്ചതെന്ന് പെട്ടെന്ന് പറയട്ടെ. ഇപ്പോൾ സുവിശേഷം എന്നത് ദൈവനീതി വെളിപ്പെട്ടതാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടത് എവിടെയാണ്? സുവിശേഷത്തിലാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞത് വെളിപ്പെട്ടു സുവിശേഷത്തിൽ. അതിൽ രക്ഷയ്ക്ക് വേണ്ടിയും ദൈവക്രോധം വരുവാനും. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരെ സുവിശേഷം രക്ഷിക്കണം. ഇത് രക്ഷയ്ക്കായ ദൈവശക്തിയാണ്. അതേസമയത്ത് 18-ാം വാക്യം മുതൽ ആരംഭിക്കും, ഇത് ക്രോധത്തിന് കാരണമാകും. ദൈവത്തിൻ്റെ ഈ വെളിപ്പെട്ട നീതിയെ തള്ളിക്കളയുന്ന, അവഗണിക്കുന്ന, ദൈവം കൈ നീട്ടിയിട്ട് കൈ തട്ടിക്കളഞ്ഞവർ അവർ ദൈവക്രോധത്തിനിട വരും. രണ്ടാമത് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് വെളിപ്പെട്ട നീതിയാണ്. അത് കർത്താവ് യേശുവിൻ്റെ പ്രവൃത്തികൾ, ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നതുകൊണ്ട് സംഭവിച്ചതാണ്, എന്നതുകൊണ്ട് ലഭിച്ചതാണ്. അപ്പോൾ ആ ക്രിസ്തുവിലൂടെ വന്നതായ നീതി നാം സ്വീകരിക്കാൻ ചെയ്യേണ്ടത് എന്താണ്? ക്രിസ്തുവിനെ വിശ്വസിക്കുക, ക്രിസ്തു പറയുന്ന കൽപ്പനകൾ അനുസരിക്കുക. റോമലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യത്തിൽ ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി, നമ്മൾ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ നീതിയാണ്, വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവനീതി കൊടുക്കുന്നത്. യേശുക്രിസ്തുവിലെ വിശ്വാസത്തിലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വരുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം. ഈ ഒരു അവസ്ഥയിലേക്കാണ് പഴയ നിയമം, പ്രവാചകന്മാർ ന്യായപ്രമാണം ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടതാണ്, പ്രത്യക്ഷപ്പെട്ടതാണ്, നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് 3-ാമത്തെ സത്യം. നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം നമുക്ക് നീതിയില്ല. നമുക്ക് വേണ്ട നീതി ദൈവം തന്നതാണ്. ഇതൊരു ദാനമായി നാം സ്വീകരിക്കണം.
കാരണം ഇത് വെളിപ്പെട്ട നീതിയാണ്, പ്രത്യക്ഷപ്പെട്ട നീതിയാണ്, നമ്മൾ കണ്ടെത്തിയതല്ല, നമ്മുടെ കഴിവുകൊണ്ട് സൽപ്രവൃത്തികൾ കൊണ്ട് നേടിയെടുത്തതല്ല. റോമലേഖനം 6-17-18 വാക്യത്തിൽ നമ്മൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. ഈ സത്യം, ഈ ഉപദേശം നമ്മൾ പഠിക്കുമ്പോൾ ഹൃദയപൂർവ്വം അനുസരിച്ചാണ് നമ്മൾ നീതിയുടെ ദാസന്മാരായത്. റോമർ 10-ാം യഹൂദന്മാരുടെ സംഭവിച്ചതാണ്. അവർ ദൈവനീതി അന്വേഷിക്കാതെ സ്വന്തം നീതി തേടിപ്പോയി. കൊരിന്ത്യർക്കെതിരെ 1-ാം ലേഖനം 18-25 വാക്യങ്ങൾ അതുതന്നെയാണ് പറയുന്നത്. ക്രൂസിൻ്റെ വരെ നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ്. യഹൂദന്മാർക്ക് ഇടർച്ചയായി, യവനന്മാർക്ക് ഭോഷത്വമായി, പക്ഷേ വിശ്വസിക്കുന്നവർക്ക്, വിളിക്കപ്പെട്ടവർക്കും രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. ഫിലിപ്പിയർ ലേഖനം 3-ാം പൗലോസ്, എനിക്ക് സ്വന്തം നീതി വേണ്ട, എനിക്ക് ദൈവം തരുന്ന നീതി, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന നീതി, സൗജന്യമായ നീതി. പക്ഷേ അതിന് ദൈവം കൊടുത്ത വില വലുതാണ്. എനിക്കാ നീതി. അപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി നീതീകരണം നേടിത്തന്നു. നാം അത് സ്വീകരിക്കേണ്ട എങ്ങനെ? വിശ്വാസത്താൽ. കർത്താവ് യേശു എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ വിശ്വസിക്കണം. 4-മതായി ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞ് വിശ്വാസ ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ട്. വിശ്വാസ ഹേതു, കാരണം ഇത് ഉത്ഭവിക്കുന്ന വിശ്വാസത്തിൽ നിന്നാണ്, വിശ്വാസത്തിൽ നിന്നാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ദൈവം മനുഷ്യരെ രക്ഷിക്കുവാനുള്ള പദ്ധതി, അതിൻ്റെ ഉറവിടം ദൈവമാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവത്തിൽ നിന്നാണ് ഈ രക്ഷാ പദ്ധതി ആവിർഭവിച്ചത്. ദൈവത്തിൽ നിന്ന് വന്നതാണ് ഈ പദ്ധതി. റോമലേഖനം 3-1-8 വരെ പഠിക്കുമ്പോൾ കാണാം. 1 വരെ കൊരിന്ത്യർക്കെതിരെ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവിടെ ഇപ്രകാരം ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, മാറ്റമില്ലാത്ത സ്വഭാവത്തെക്കുറിച്ച് പറയും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചേക്ക് ദൈവം വിശ്വസ്തൻ. 1 തെസ്സലോനിക്കർ 5-24 വാക്യത്തിലും അവിടെയും പൗലോസ് അപ്പോസ്തലൻ്റെ സാക്ഷ്യം ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇങ്ങനെയാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 24 വാക്യം, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. 2 തിമോഥെയോസ് 2:13, തീത്തോസ് 1:1-3 പോഷ്കില്ലാത്ത ദൈവം, എബ്രായർ 6:18 മാറിപ്പോകാത്ത ആ വലിയ പ്രത്യാശ നമുക്ക് നൽകിത്തന്ന ദൈവം തൻ്റെ ആണ കൊണ്ട് നമുക്ക് ഉറപ്പ് തന്നു. അപ്പോൾ നമ്മുടെ രക്ഷയുടെ കാരണം ദൈവമാണ്, ഇതിനെ മാറ്റമില്ലാത്ത സ്വഭാവമാണ്. അപ്പോൾ വിശ്വാസഹേതു വിശ്വാസത്തിനായിക്കൊണ്ട് വിശ്വാസ നായകനും പൂർത്തിവരുത്തുന്നതായ ക്രിസ്തുവിനെ കാണുന്നത് വരെ ജീവനോടെ ഉണ്ടെങ്കിൽ ഇത് വിശ്വാസ ജീവിതം തുടരേണ്ടതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നീതി ആരംഭിക്കുന്നത്, തുടരുന്നത്, അവസാനിക്കുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. വിശ്വസിക്കണം, വചനത്തോട് നിരന്തര ബന്ധത്തെ ജീവിക്കണം. ദൈവം ഒരിക്കലും പോഷ്ക്ക് പറയില്ല. ദൈവം തൻ്റെ പുത്രനെ പോലും നമുക്ക് വേണ്ടി നൽകി തന്നു. പുത്രനെ പോലും നമുക്ക് വേണ്ടി ചെലവാക്കിക്കൊണ്ടാണ് നമ്മുടെ രക്ഷയ്ക്കുള്ള പാത തുറന്നത്. അങ്ങനെയാണെങ്കിൽ നാം എത്രമാത്രം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നിഷ്കളങ്കനായ പാപമില്ലാത്ത ദൈവത്തിൻ്റെ പുത്രനെ ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകി തന്നുവെങ്കിൽ ആ ദൈവത്തോട് ഇത്രമാത്രം നമ്മൾ നന്ദിയുള്ളവരായി നമ്മുടെ ജീവിതം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ ഏൽപ്പിക്കണം. നമ്മുടെ വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതുമായ ദൈവത്തെ നാം പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ എബ്രായ എഴുത്തുകാരൻ വ്യക്തമായി പറഞ്ഞു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടും നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അവസാനം വരെ ഓടണം. വിശ്വാസത്തിൽ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. യേശു എന്താ ചെയ്ത്? അവൻ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസന വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നമ്മൾ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ ഇങ്ങനെയുള്ള തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. യേശുവിനെ ധ്യാനിച്ചു മുന്നോട്ട് പോകണം. 5-മതായി ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് കൃപയാലുള്ള നീതിയാണ്. റോമർ 3:24. വിശ്വാസത്താലുള്ള നീതിയാണ്. റോമർ 10:1-5 വരെ. മനുഷ്യരുടെ നീതിക്ക് വിരോധമാണ്. റോമർ 4:5, 10:9, ഫിലിപ്പിയർ 3:9. അപ്പം എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതായത് ഹബക്കുക്ക് 2:4 എന്ന് എഴുതിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച വാക്യം ഇത് ഗലാത്യർ 3:11 കാണാം. എബ്രായ ലേഖനം 10:38-39 വാക്യത്തിലും കാണാം. മനുഷ്യനൊരിക്കലും ഈ അനുഗ്രഹീതമായ ജീവിതത്തിലേക്ക് തന്നെ നടന്നു കയറാൻ പറ്റില്ല. നടക്കുന്നവൻ്റെ കാലടികളെ നേരെയാക്കുള്ള കഴിവില്ല. ഈ അനുഗ്രഹിക്കപ്പെട്ട നീതീകരിക്കപ്പെട്ട ജീവിതത്തിലേക്ക് മനുഷ്യർ സ്വന്തം കഴിവോടെ നടന്നു കയറാൻ പറ്റില്ല. ഇത് വിശ്വാസത്താലാണ്. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, അവസാനം വരെ, ആരംഭം മുതൽ അവസാനം വരെ, ആൽഫ മുതൽ ഒമേഗ വരെ വിശ്വാസത്തിലേക്ക്. അപ്പോൾ ഇതാണ് ദൈവം വച്ചിരിക്കുന്ന പദ്ധതി. എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ ഇത് കാണിച്ചു തരും. അപ്പോൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആത്മീയ ജീവിതം ജീവിക്കേണ്ടത് വിശ്വാസത്താലാണ്. സ്നാനപ്പെടാൻ വേണ്ടി മാത്രമല്ല വിശ്വാസം. അവസാന ശ്വാസം വരെ വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ പാദങ്ങളിൽ ആശ്രയിച്ച് അന്ത്യത്തോളം കർത്താവിനെ സ്നേഹിച്ച് അവസാനം വരെ ഓടണം. നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. വേഗം കുറയ്ക്കരുത്. കൂടിയാലും കുഴപ്പമില്ല, വേഗം കുറയ്ക്കരുത്. അവസാനം വരെ ഓടണം. ലക്ഷ്യത്തിലെത്താൻ ഓടണം.
അത് വിശ്വാസത്തിലൂടെയാണ് ഓട്ടമോടേണ്ടത്, കാഴ്ചയാലല്ല. തുടരാം. നാളെ മുതൽ 18-ാമത്തെ വാക്യം മുതൽ പുറജാതികൾക്ക് ആവശ്യമായ നീതീകരണം. പുറജാതികളുടെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് നീതീകരണം വേണം. അതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് 18-ാം വാക്യം മുതൽ 25 വരെ പൗലോസ് നൽകി തരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.